ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീം ടേൺസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. അതിനായിട്ട് ബീഫ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, തേങ്ങാപ്പൂള് അരമുറി തേങ്ങയുടെ പൂള് കട്ട് ചെയ്തെടുത്തത്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുക്കറിലാണ് നമ്മൾ ബീഫ് ഫ്രൈ വേവിക്കാൻ പോകുന്നത്. കുക്കറിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. അതുപോലെ ഇഞ്ചി, സവാള, കറിവേപ്പിലയും ചേർത്ത് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അര സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ബീഫ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 7-8 വിസിൽ വരുന്നിടം വരെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മീറ്റ് മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഈ പൊടികളെല്ലാം നമുക്ക് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.